ആസിഫിനെ പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായത് റുബി ആയിട്ടുള്ള മിനിസ്റ്ററാണ് ആസിഫിനെ എന്റെ കയ്യിലേക്ക് തന്നത്. അപ്പോൾ ആ സമയത്ത് ബാങ്ക് എംപ്ലോയി ആയിരുന്നു. വരവും ചെലവും തമ്മിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായ സമയമായിരുന്നു അന്നത്തെ സമയങ്ങൾ. ഒരു ലീവ് എടുക്കണമെങ്കിൽ 100 പേരുടെ കാൽ പിടിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം എന്ന്, കാരണം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സാധ്യമാക്കുവാനായിട്ട് പല വഴികൾ നോക്കിയിട്ടുണ്ട്, എല്ലാം പരാജയപ്പെട്ടു. അവസാനം ആസിഫിനെ ഒരു സാധ്യതയില്ലായിരുന്ന സമയത്താണ്, ആസിഫിൽ ഞാൻ യാതൊരു സാധ്യതയും കണ്ടിരുന്നില്ല. ആ സമയത്താണ് ബിനുസാർ വഴി എന്റെ കൂട്ടുകാരനായിട്ടുള്ള രജിത് സാർ, പുള്ളി അദ്ദേഹം ഒന്ന് സ്റ്റാർ പേൾ എന്ന പ്രശ്നം നിൽക്കുന്നു, ആസിഫിനെ പരിചയമുള്ള ഭാഗ്യമുണ്ടായത്. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ആസിഫിലെ എമറാൾഡ് ലീഡറാണ്. പ്രതിമാസം 1,25,000 രൂപയോളം വരുന്ന ഇൻകം അക്കൗണ്ടിൽ ഒഴുകിയെത്തുന്നു. അന്ന് ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന കാര്യങ്ങളൊന്നും ഇന്നില്ല. അന്ന് വരവും ചെലവും തമ്മിൽ യോജിപ്പിക്കാൻ പാടായിരുന്നു, ഇന്നറിയില്ല. അന്ന് എനിക്ക് ഫ്രീ ടൈം കണ്ടെത്താനായിട്ട് 100 പേരുടെ കാല് പിടിക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ പോകുന്നു, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആസിഫിൽ ഫാമിലി ബിസിനസ് ആണ്. ശരിക്കും നമ്മുടെ ഫാമിലിയെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ, ആദ്യമൊക്കെ ഒരുപാട് എതിർക്കാനാണ് ഇപ്പൊ സംസാരിച്ച ഐശ്വര്യ വേണ്ട. അന്ന് വലിയ എതിർപ്പായിരുന്നു. താമസിച്ച് വീട്ടിലെത്തുകയും നേരത്തെ ഇറങ്ങുകയും ചെയ്ത സമയത്തൊക്കെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതാണ് കാരണം, മറ്റൊന്നുമല്ല. ഇന്നതല്ല, എന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എന്റെ വൈഫിന് അറിയാം, വൈഫ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. ഞാൻ എവിടെ പോയാലും ഞാനും എന്റെ വൈഫും വീട്ടിൽ നിന്നും മീറ്റിംഗിന് പോകുന്നു. രാത്രി പലപ്പോഴും 12-1 മണിക്ക് വീട്ടിലെത്തുന്നു. അമ്മ ആണ് വീട്ടിലുള്ളത്. അമ്മയ്ക്കറിയാം ഞങ്ങൾ എവിടെ പോകുന്നു, ആസിഫിയുടെ നേട്ടം എന്ത് അമ്മയ്ക്കറിയാം. മക്കൾക്ക് മനസ്സിലാക്കി തുടങ്ങി. മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെന്നൈയിലാണ്. 1 മാസത്തെ ഇടവേളയിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും 3 പ്രധാന പ്രോഗ്രാം കേൾക്കാൻ റെഡിയായി. അവൻ ഉറച്ച തീരുമാനമെടുത്തു, അച്ഛാ എനിക്കും ആസിഫ് ചെയ്യണം. മകളും കുറച്ച് സമയം കിട്ടുമെങ്കിൽ പ്രോഗ്രാം വരാൻ തയ്യാറാണ്. അപ്പൊ ഒരു ഫാമിലി ആസിയം ഫാമിലിയായിട്ട് മാറി. ശരിക്കും ഇപ്പോഴും ഞാൻ ഗവൺമെന്റ് ജോലിക്കാരനാണ്. പാർട്ട് ടൈമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന എനിക്ക് ആസിഫ് എവിടെയാണോ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ പറ്റാത്തത് എല്ലാവരും കൊണ്ട് പറ്റും. ശരിക്കും ലോകത്തിലെ 8ാമത്തെ അത്ഭുതം തന്നെയാണ് ആസിയ. ശരിയല്ലേ? സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയ സ്വാതന്ത്ര്യവും കുടുംബത്തിന് സുരക്ഷവും തരാൻ കഴിവുള്ള ഒരു പ്ലാറ്റ്ഫോം ലോകത്തിൽ എവിടെയാണുള്ളത്? നമ്മൾ കണ്ടു തുറന്ന് കാണണം. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഹാളിലിരിക്കുന്ന എല്ലാവർക്കും ആസിയ വഴി എത്രയും വേഗം ഉയർന്ന പഠനം നേടാനാവട്ടെ, നിങ്ങളുടെ ജീവിതം സക്സസ് ആവാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്